നമ്മളുടെ നാണവും നമ്മളുടെ ഭയവും മറികടന്ന് ഒരാളോട് വളരെ നാച്ചുറലായി എങ്ങനെ സംസാരിക്കാമെന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചു. ഇനി ആ കോൺവെർസേഷൻ എഫക്റ്റീവായി കണ്ടിന്യൂ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. സോ വെൽക്കം ടു ദ പാർട്ട് 2 ഓഫ് കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററി സീരീസ് ബൈ Menzlocker. ഇവിടെ അതായത് സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ചോദ്യങ്ങൾക്കാണ്. ബിക്കോസ് ആ ഒരു സെഷൻ ഇന്ററാക്ഷൻ ആണോ അതോ ഇന്റർവ്യൂ ആണോ എന്ന് തീരുമാനിക്കുന്നത് ഇവയാണ്. മെയിൻലി 2 തരം ചോദ്യങ്ങളാണുള്ളത്. നമ്പർ 1, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. എന്താ പേര്, എവിടെയാ വീട്, വീട്ടിലാരൊക്കെയുണ്ട്, അച്ഛനെന്താ ജോലി, മാസം എത്ര കിട്ടും. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ ഫ്രീക്വൻസി കൂടുമ്പോഴാണ് മറ്റുള്ളവർക്ക് നമ്മളോട് മടുപ്പ് തോന്നുന്നത്. കൂടാതെ ഇതിന് ഉത്തരം നൽകുന്നവരും അവർക്ക് അവരുടെ പ്രൈവസി നഷ്ടപ്പെടുന്നതായും ഫീൽ ചെയ്യും. സോ ഫസ്റ്റ് കോൺവെർസേഷനിൽ തന്നെ അവരുടെ സകലമായ ഡീറ്റെയിൽസും അന്വേഷിക്കുന്നതിന് പകരം നമ്മൾ അവരുമായി ഒരു പോസിറ്റീവ് ആൻഡ് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കണം. എഡീഷണലി അവർ ചോദിക്കാതെ തന്നെ നമ്മളുടെ 1-2 ഡീറ്റെയിൽസ് സംസാരത്തിൽ സ്മൂത്തായി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ സബ് കോൺഷ്യസ്ലി നമ്മൾ വിശ്വാസയോഗ്യരാണെന്ന് മറ്റുള്ളവർക്ക് തോന്നും. ഇനി വരുന്നതാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് അഥവാ കോൺവെർസേഷൻ സ്റ്റാർട്ടേഴ്സ്. ഈ കാറ്റഗറിയിൽ പെടുന്ന ചോദ്യങ്ങളുടെ മറുപടി മറ്റുള്ളവർ കുറച്ച് ആലോചിച്ച് അല്ലെങ്കിൽ കുറച്ച് വിശദീകരിച്ച് പറയേണ്ടി വരുന്നതാണ്. ജസ്റ്റ് ഇമാജിൻ, നമ്മളുടെ അടുത്തുള്ള ആൾ പറയുവാണ് അവരൊരു സ്റ്റേറ്റ് ലെവൽ ഫുട്ബോൾ പ്ലെയർ ആണ്. സോ ഒരല്പം ക്യൂരിയോസിറ്റിയോട് കൂടി നമുക്ക് ചോദിക്കാം, സ്റ്റേറ്റ് ലെവൽ പ്ലെയർ ആണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഇതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ആരെയും മനസ്സ് തുറന്ന് സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇനി ആ വ്യക്തിക്ക് തന്റെ നാട്, വീട്, ഫാമിലി സപ്പോർട്ട്, സക്സസ്, ഫെയിലിയർ അങ്ങനെ എല്ലാത്തെക്കുറിച്ചും സംസാരിക്കാൻ അവസരം കിട്ടും. ഇതിന്റെ മറ്റൊരു സൈഡ് എഫക്റ്റ് എന്നാൽ അവർ പാഷനേറ്റ് ആയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നാച്ചുറലി അവരുടെ ഉള്ളിൽ ഫീൽ ഗുഡ് കെമിക്കൽസ് റിലീസ് ചെയ്യപ്പെടും. ആൻഡ് ഇതിൽ നിന്നുണ്ടാകുന്ന സന്തോഷം അവർ നമ്മളുമായി അസോസിയേറ്റ് ചെയ്യും. Therefore we'll have a lasting good impression.